പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ A3 സ്കാനറായ എപ്സൺ DS-500 സ്കാനറിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഇതേപോലെ സ്കാനർ ഗ്ലാസ്സിൽ വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ സൈസുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ A4 ഡോക്യുമെൻ്റ് ആണ് വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അവിടെ അതിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുറത്തോട്ട് വരാത്ത രീതിയിൽ കറക്റ്റ് ആ മാർക്കിങ്ങിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യാം. എപ്സൻ്റെ പഴയ വെർഷനായ എപ്സൺ സ്കാൻ എന്ന ആപ്ലിക്കേഷനാണ് ഈ മോഡൽ സ്കാനറിന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ എപ്സൺ എന്ന് പറഞ്ഞ ഈ ഫോൾഡറിലുണ്ടാവും എപ്സൺ സ്കാൻ എന്നുള്ള ആപ്ലിക്കേഷന്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പുതിയ വെർഷനെ എപ്സൺ സ്കാൻ 2 ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്സൺ സ്കാൻ എന്ന് പറഞ്ഞ പഴയ സോഫ്റ്റ്വെയറിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നു. കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പേജിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആവുകയും ചെയ്യും. ഇവിടെ സേവ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇതാണ് സ്കാൻ ചെയ്ത ഫയൽ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ. ഇത് കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇമേജ് ടൈപ്പ് എന്നുള്ളതില്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ കളറാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒറിജിനൽ ഡോക്യുമെൻ്റ് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ഞാനത് കളറാക്കിയതിന് ശേഷം ഒന്നുകൂടി ഞാൻ സ്കാനിങ് കൊടുത്തു. എന്നിട്ട് സേവ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. സേവ് ആയിട്ടുണ്ട്. ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ എപ്പോഴും ആ കളർ മോഡ് ആക്കി കൊടുക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന സമയത്ത് പല കളറുകളും അതിൽ ഡിറ്റക്റ്റ് ആവാതിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ സ്കാനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഇവിടെ മോഡുണ്ട്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ടാവും. ഹോം മോഡ് ഉണ്ട്, ഓഫീസ് മോഡ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ മോഡ്. ഹോം മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സും സെറ്റിങ്സ് കുറവായിരിക്കും. അവിടെ നമ്മൾ ഓഫീസ് മോഡ് ആക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങൾ വരുന്നതാണ്. പിന്നെ പ്രൊഫഷണൽ ആവുന്ന സമയത്ത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ പ്രൊഫഷണൽ മോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? കുറച്ചുകൂടി സെറ്റിങ്സ് കാര്യങ്ങൾ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി എല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നത് ഓഫീസ് മോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫീസ് മോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ നോർമൽ സെറ്റിങ്സ് വരുന്നത്. ഡോക്യുമെൻറ്റ് സോഴ്സ് എന്നുള്ള അവിടെ സ്കാനർ ഗ്ലാസ് മാത്രമേ ADF വരുന്നില്ല, സ്കാനർ ഗ്ലാസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സൈസ് ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ ഡിറ്റക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. നോർമലി ഓട്ടോ ഡിറ്റക്റ്റിൽ തന്നെ നിന്നോട്ടെ. പിന്നെ വരുന്ന 2 സെറ്റിങ്സ് നമുക്ക് അത്ര വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കറക്റ്റ് ഡോക്യുമെൻറ്റ് സ്ക്യൂ, അതേപോലെ തന്നെ റൊട്ടേറ്റ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ആവശ്യം വരുന്നില്ല. ഇമേജ് ടൈപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് തീരെ ക്ലിയർ ഉണ്ടാവില്ല. കളർ അല്ലെങ്കിൽ ഓട്ടോ ഡോക്യുമെൻറ്റിലായിരിക്കണം. ഇത് കളർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ റെസൊല്യൂഷൻ, ഇവിടെ 3 റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആവും, സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും. റെസൊല്യൂഷൻ കുറയുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കുറവായിരിക്കും. അതേപോലെ തന്നെ ക്ലാരിറ്റിയും കുറവായിരിക്കും. പക്ഷേ 175 എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ക്ലാരിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ പ്രിവ്യൂ സ്കാനർ 2 ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച ഡോക്യുമെൻറ്റ് കാണാൻ സാധിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് തന്നെ കൊടുക്കണം.
സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ലൊക്കേഷൻ തന്നില്ല, നമുക്ക് സേവ് ചെയ്യാനുള്ള ലൊക്കേഷനാണ് ഇവിടെ പറയുന്നത്. മൈ ഡോക്യുമെൻറ്റോ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലോ അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ നിങ്ങളുടെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അവിടെ പുതിയൊരു ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് മൈ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഫയൽ നെയിം ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ഫോർമാറ്റിലായിരിക്കും ഫയൽ നെയിം വരുന്നത് സേവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ കൂടുതൽ സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്താവുന്നതാണ് പേരിൽ. പിന്നെ വരുന്നത് ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. PDF PDF, JPEG JPEG, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴെ അത്ര വലിയ ആവശ്യമില്ലാത്ത സെറ്റിങ്സ് ആണ്. അത് ജസ്റ്റ് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ചോദിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 2-3 ഫയലായിട്ട് പേജസായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഡോക്യുമെൻറ്റ് വെച്ചാണ് ഇവിടെ ആഡ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ഈ സേവ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഫയൽ സേവ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ വെച്ച ഡോക്യുമെൻറ്റ് തന്നെ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ചില സമയത്ത് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സപ്പോസ് നമ്മൾ പ്രിവ്യൂ അല്ലെങ്കിൽ സ്കാനിങ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പ്രിവ്യൂ അല്ലെങ്കിൽ സ്കാനിങ് ഫയൽ ചെയ്ത് ഇതേപോലെ ചെറിയൊരു ലൈനായിട്ട് മാത്രം കാണാൻ സാധിക്കും. ഇതൊരിക്കലും സ്കാനറിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഇതിലൊരു ചെറിയൊരു ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഡോക്യുമെൻറ്റ് വേറെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് സ്കാനറിൻ്റെ സൈഡിൽ ഇതേപോലെ ലോക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ലോക്കായിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായി അത് അൺലോക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഡോക്യുമെൻ്റ് ആയിരിക്കും നമ്മൾ സേവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രിവ്യൂ ചെയ്യുന്ന സമയത്തോ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ലോക്കല്ല അൺലോക്കായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഗുഡ് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.